ഷഫീക്ക്, ലോകത്ത് ആദ്യമായിട്ട് മൂലക്കുരു വരുന്ന ആൾ ഒന്നുമല്ലല്ലോ നീ. എത്രയോ മഹാന്മാർക്കൊക്കെ മൂലക്കുരു വന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെതാ. മൂലക്കുരു ആണോ? എന്നാ മുട്ടയും ചിക്കൻ അങ്ങോട്ട് നിർത്തുക. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ അസുഖങ്ങളെ കുറിച്ച് എൻ്റെ ഒ പിയിൽ കേൾക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് മിത്സ് നിങ്ങൾക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കും. മിത്ത് നമ്പർ 1 ഇസ് വേദന ഇല്ലെങ്കിൽ അസുഖമില്ല. സോ വേദന ഒരു സിംറ്റം മാത്രമാണ്. ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വേദനയായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്റ്റേജസ് ആയിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്ത് ഒരു കാരണവശാൽ വേദന കുറഞ്ഞു എങ്കിൽ വാട്ട് യു മസ്റ്റ് റിമെമ്പർ ഇസ് അപ്പോഴത്തെ സിംറ്റം മാത്രമേ പോയിട്ടുള്ളൂ ആൻഡ് യു ആർ ജസ്റ്റ് ബെറ്റർ. സോ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വെള്ളം, ഫൈബർ ഇതെല്ലാം ഫോക്കസ് ചെയ്ത് തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഇതിലും ഗ്രേഡ് കൂടിയിട്ട് ഇതേ അസുഖങ്ങൾ തലപൊക്കി കാണിക്കും. രണ്ടാമതായി ഞാൻ കേൾക്കുന്നതാണ് പൈൽസും ഫിഷറും ഒന്നാണെന്നാണ്. എന്നാൽ പൈൽസ് എന്ന് വെച്ചാൽ റബ്ബർ ബാൻഡിൻ്റെ ഇലാസ്റ്റിക് പോകുന്ന പോലെ ഞരമ്പുകൾ അഥവാ ഏനൽ കുഷൻസ് ഓരോ ഗ്രേഡായിട്ട് താഴോട്ട് വരുന്നതും ബ്ലീഡിങ് വരുന്നതുമാണ്. എന്നാൽ ഫിഷർ എന്ന് വെച്ചാൽ മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ ഏനൽ കനാലിൻ്റെ ഏറ്റവും അറ്റഭാഗത്ത് ചെറിയൊരു മുറിവ് വരുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സിംറ്റംസ് ഏകദേശം ഒന്നാണ്, എന്ന് വെച്ചാൽ ബ്ലീഡിങ്ങോ പെയിനോ ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് ആൾക്കാർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. എന്നാൽ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റും പ്രസൻറ്റേഷനും ഡിഫറെൻ്റ് ആണ്. നമ്പർ 3, സ്പൈസി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ അസുഖം വരുന്നതെന്നാണ്. ഏത് അസുഖം? ഹെമറോയിഡ്സോ ഫിഷറോ? സോ ഹെമറോയിഡ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഞരമ്പുകളുടെ കണക്റ്റീവ് ടിഷ്യൂ കുറഞ്ഞതുകൊണ്ട് ആ ഏനൽ കുഷൻസ് ഡൈലേറ്റഡ് ആവുന്നതാണ്. അവിടെ ഒബ്വിയസ്ലി നമ്മുടെ മലത്തിൽ കുറേ അധികം സ്പൈസുകളോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടോ പോവുകയാണെങ്കിൽ ഈ ഞരമ്പുകളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രേഡ് കൂടി വരുന്നത്, ഈ അസുഖത്തിൻ്റെ ഇത് കൂടുന്നത്. എന്നാൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മുറിവാണ്. അപ്പോൾ ആ മുറിവിൽ സ്പൈസി ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇറിറ്റേഷൻ തോന്നാം. അതുകൊണ്ടാവാം പറയുന്നത് സ്പൈസി ഫുഡ് ഒഴിവാക്കണമെന്ന്. പക്ഷെ അത് കാരണം കൊണ്ടല്ല ഈ അസുഖം വരുന്നത്. വാട്ട് യു മസ്റ്റ് ഫോക്കസ് ഓൺ ഇസ് ഇതിൽ തന്നെ ഫൈബർ കൂട്ടി വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കനും ഫിഷും മുട്ടയെല്ലാം ഈ അസുഖമുള്ളവർക്കും കഴിക്കാം. മിത്ത് നമ്പർ 4, പൈൽസ് അല്ലേ പാരമ്പര്യമായിട്ട് കിട്ടിയത്, ഇനി ഇത് മാറാൻ പോകുന്നില്ല. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പാരമ്പര്യമായിട്ട് നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, പെൽവിക് ഫ്ലോർ ഡിസ്ഫങ്ഷൻ ആൻഡ് സംടൈംസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഇതെല്ലാം അവിടെ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൺ. സോ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് ഇഷ്ടമുള്ള ഫുഡായിരിക്കും നമ്മുടെ പാരൻസ് നമ്മൾക്ക് ഉണ്ടാക്കുക, നമ്മൾക്കും അതേ ഫുഡ് പാറ്റേൺ ആയിരിക്കും ഇഷ്ടം. സോ ഈ ഫുഡ് പാറ്റേണിൽ ഒബ്വിയസ്ലി ലോ ഫൈബർ ആയിരിക്കും, വാട്ടർ ഇൻടേക്ക് നമ്മളുടെ ജീവിതശൈലി കാരണം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവും, കുറവായിരിക്കും. സോ ഇതെല്ലാം കൊണ്ടാണ് ശരിക്കും ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഫിഷർ അല്ലെങ്കിൽ പ്രോക്ടോളജിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതലും വരാൻ ചാൻസ്. നമ്പർ 5 ഇസ് മൂലക്കുരു ആണെങ്കിൽ സർജറി വേണം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർജറി ഇല്ലാതെ തന്നെ ഗ്രേഡ് 1 and 2 ഹെമറോയിഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാം. ലൈക്ക് ലാക്സിറ്റിവ്സ്, സ്റ്റൂൾ സോഫ്റ്റ്നസ് അല്ലെങ്കിൽ ഫൈബർ ഡയറ്റ് ആൻഡ് വാട്ടർ. ഇത് മൂന്നും കറക്റ്റ് ചെയ്താൽ തന്നെ ഒരു വിധത്തിൽപ്പെട്ട സിംറ്റംസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അഥവാ സർജറി വേണ്ട ഒരു ഗ്രേഡ് എത്തിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് താക്കോൽ ദ്വാരം വഴി 1-2 ദിവസത്തിൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്ന രീതിയിൽ ഈ അസുഖം മാറ്റിയെടുക്കാം.